രാഹുൽ ഗാന്ധിയുടെ ചൈനീസ് പരാമർശത്തിൽ വിമർശനവുമായാണ് ബി.ജെ.പി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. രാഹുലിന്റെ ചൈന സ്നേഹം ഒരിക്കൽ കൂടി മറനീക്കി പുറത്തുവന്നെന്നാണ് ബി.ജെ.പി നേതാക്കളുടെ ആരോപണം. ചൈനയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയും പാശ്ചാത്യ രാജ്യങ്ങളും തൊഴിലില്ലായ്മ നേരിടുന്നത് എങ്ങനെയെന്ന രാഹുൽ ഗാന്ധിയുടെ ടെക്സസ് സർവകലാശാലയിലെ പരാമർശമാണ് വിമർശനത്തിന് കാരണമായത്. പാശ്ചാത്യർക്ക് ഒരു തൊഴിൽ പ്രശ്നമുണ്ട്, ഇന്ത്യയിൽ തൊഴിൽ പ്രശ്നമുണ്ട്. എന്നാൽ ലോകത്തിലെ പല രാജ്യങ്ങളിലും തൊഴിൽ പ്രശ്നമില്ല. ചൈനയ്ക്ക് തീർച്ചയായും തൊഴിലിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. വിയറ്റ്നാമിന് തൊഴിൽ പ്രശ്നമില്ല. ആഗോള ഉൽപാദനത്തിൽ ആധിപത്യം പുലർത്തുന്നതിനാലാണ് ചൈന ഈ പ്രതിസന്ധി നേരിടാത്തത് എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളോട് ബി.ജെ.പി രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. 10 വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ തൊഴിലവസരങ്ങൾ സ്ഥാപിച്ചുവെന്നും കോൺഗ്രസിന് എന്നാൽ അതിന്റെ നീണ്ട ഭരണത്തിൽ ഇത് സൃഷ്ടിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടെന്നുമാണ് ബി.ജെ.പി എം പി പ്രവീൺ ഖണ്ഡേൽവാൾ പറഞ്ഞത്. മോദി വന്നതിനു ശേഷം ഇന്ന് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇന്ന് ഏതെങ്കിലും തരത്തിൽ തൊഴിൽ പ്രശ്നമുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ദീർഘകാല ഭരണത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാക്കൾ നിരുത്തരവാദപരമായ ഇത്തരം പ്രസ്താവനകൾ നടത്തിയാൽ പൊതുജനം മറുപടി പറയുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇത്തരം പ്രസ്താവനകൾ നടത്താൻ രാഹുലിന് എവിടെ നിന്നാണ് കണക്കുകൾ ലഭിക്കുന്നതെന്ന് ടി.ഡി.പിയുടെ കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു ചോദിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ധാരാളം അവസരങ്ങൾ ലഭ്യമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ തൊഴിലവസരങ്ങളുടെ എണ്ണം മെച്ചപ്പെടുത്തി. പക്ഷേ നമ്മൾ ഇവിടെ ചോദിക്കേണ്ട ചോദ്യം എന്തിനാണ് അദ്ദേഹം മറ്റു രാജ്യങ്ങളിൽ പോയി പറയുന്നത് എന്നതാണ്. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിദേശത്ത് ഇന്ത്യയെ ചീത്ത പറയുന്ന ശീലം കോൺഗ്രസ് എം പി വളർത്തിയെടുത്തിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാനും പറഞ്ഞു. തെറ്റായ രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യത്തിന്റെ തുടക്കമാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. എന്നാൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മുതലെടുത്ത് വിദേശവേദിയിൽ പോയി സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി സ്വന്തം രാജ്യത്തെ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്ക, യൂറോപ്പ്, ഇന്ത്യ എന്നീ രാജ്യങ്ങൾ ഉൽപാദനം എന്ന ആശയം ഉപേക്ഷിച്ച് ചൈനയ്ക്ക് കൈമാറി എന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. നിങ്ങൾ 1940കളിലും 50കളിലും 60കളിലും യുഎസിനെ നോക്കുകയാണെങ്കിൽ അവർ ആഗോള ഉൽപാദനത്തിന്റെ കേന്ദ്രമായിരുന്നു. കാറുകളും വാഷിംഗ് മെഷീനുകളും ടിവികളും എല്ലാം യുഎസിൽ നിർമ്മിച്ചതാണ്. ഉൽപാദനം അമേരിക്കയിൽ നിന്ന് കൊറിയയിലേക്കും ജപ്പാനിലേക്കും പോയി. ഒടുവിലത് ചൈനയിലുമെത്തി. ഉൽപാദന പ്രവർത്തനം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും രാഹുൽ പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ നൈപുണ്യത്തിന് ഒരു കുറവുമില്ലെന്നും ചൈന ഉൽപാദനത്തിനായി സ്വയം അണിനിരക്കാൻ തുടങ്ങിയാൽ രാജ്യത്തിന് മത്സരിക്കാമെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏതായാലും എന്തെങ്കിലും തീപ്പൊരി വീണു കിട്ടാൻ കാത്തിരിക്കുന്ന ബി.ജെ.പിക്ക് കാത്തിരുന്ന് കിട്ടിയതാണ് രാഹുലിന്റെ ഈ പ്രസ്താവന. അതാണ് ബി.ജെ.പി ഇത്രയും ആഘോഷമാക്കുന്നത്.